ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് PSC നടത്തിയ ജൂനിയർ അസിസ്റ്റൻറ്റ്, LD ക്ലർക്ക്, സീനിയർ സൂപ്രണ്ടൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയല്ലാത്തത് ഏതാണ്? പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയല്ലാത്തത് ഏതാണ്? 1. അവർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. 2. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ വൈദ്യശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. 3. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. 4. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഉത്തരം ഓപ്ഷൻ സി 3. തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. 1. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. 2. തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കി. 3. മൃഗബലി നിരോധിച്ചു. 4. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. ഉത്തരം ഓപ്ഷൻ ബി 3, 1, 4, 2. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡൻസിഷിപ്പിൻ്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ലിസ്റ്റ് 1. എ. ഹക്കീം അജ്മൽ ഖാൻ 1924. ബി. അബ്ദുൽ കലാം ആസാദ് 1921. സി. മഹാത്മാഗാന്ധി 1931. ഡി. വല്ലഭായ് പട്ടേൽ 1923. ഉത്തരം ഓപ്ഷൻ ഡി. എ 2, ബി 4, സി 1, ഡി 3. ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. 1. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. 2. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. 3. ഹിന്ദു പാട്രിയറ്റ് മധുസൂദനൻ റേ. 4. മിറാത്ത് ഉൽ അക്ബർ ഫിറോസ് ഷാ മേത്ത. ഉത്തരം ഓപ്ഷൻ ഡി 4. അവകാശവാദം. എ. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായി പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം ആർ. US-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. എ. വാദവും കാരണവും ശരിയാണ്. ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ബി. എ, ആർ എന്നിവ ശരിയാണ്, എന്നാൽ എയുടെ ശരിയായ വിശദീകരണം ആർ അല്ല. സി. എ ശരിയും ആർ തെറ്റുമാണ്. ഡി. എ തെറ്റും ആർ ശരിയുമാണ്. ഉത്തരം ഓപ്ഷൻ ബി. എ, ആർ എന്നിവ ശരിയാണ്, എന്നാൽ എയുടെ ശരിയായ വിശദീകരണം ആർ അല്ല. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി.
എ കളക്റ്റീവ് പവർ ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ്? 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി, എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ്? 1. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ 150-ാം എപ്പിസോഡായിരുന്നു ഇത്. 2. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. 3. സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. 4. 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. ഉത്തരം ഓപ്ഷൻ എ 1, 4. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഉത്കൽ സമതലം. വെസ്റ്റേർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വെസ്റ്റേർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എ. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. ബി. അത് വ്യാപാര കാറ്റിന് എതിരായി വീശുന്നു. സി. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു. ഡി. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി. വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ഡോപ്സൺ യൂണിറ്റ്. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. 1. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. 2. ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നതാണ്. 3. മൊഹോറോവിക് വിരാമം താഴ്ന്ന പുറംതോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. 4. പുറംതോടിൻ്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. ഉത്തരം ഓപ്ഷൻ എ 1, 3. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? കോതയാർ. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. എക്സ്പോസാറ്റ്. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുമായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ശരി? സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളുമായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ശരി? 1. വ്യാവസായിക വികസനത്തിൻ്റെ ഉത്തേജകങ്ങൾ. 2. മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക. 3. സംരംഭകർക്ക് ഇടത്തരം ദീർഘകാല ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുന്നു. 4. സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. ഉത്തരം ഓപ്ഷൻ സി 1, 2, 4.
WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷാണ്. WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷാണ്. S&D പെട്ടി. GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. കാർഡുകളിലേക്കും UPIയിലേക്കും പണമടയ്ക്കാം. 2. ഒരു പൊതു ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത്. 3. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. ഉത്തരം ഓപ്ഷൻ എ 1, 3. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? 1. ഏകദേശം 20%, 2. 5% മുതൽ 15% വരെ, 3. 20%-ലധികം. ഉത്തരം ഓപ്ഷൻ ബി 1. ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ചെല്ലയ്യ കമ്മിറ്റി. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം. സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ചേരുംപടി ചേർക്കുക. 1. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. 2. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. 3. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. 4. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. താഴെ നിന്ന് ശരിയായ കോഡുകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ 1A, 2B, 3C, 4D. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. 1. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം. 2. 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 3. 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന. 4. 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം കൂറുമാറ്റ വിരുദ്ധ നിയമം. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ്
ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്. ഭരണഘടന 106 ഭേദഗതി നിയമം 2023. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. 2. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. 3. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഭരണഘടനയുടെ 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി KAS മായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. 1. ഗവൺമെൻറ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ മാനേജർ കഴിവുകളുടെ 2ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KASന്റെ ലക്ഷ്യം. 2. KASൽ KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ, KAS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KAS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. 3. KASൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. ഉത്തരം ഓപ്ഷൻ സി ഇവയെല്ലാം ശരിയാണ്. 1957-ലെ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു. 1957-ലെ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു. കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റ് ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ. കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1. 1997-ലാണ് കുടുംബശ്രീ സ്ഥാപിതമായത്. 2. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്. 3. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. ഉത്തരം ഓപ്ഷൻ എ മുകളിലുള്ളവയെല്ലാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷിന്റെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷിന്റെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്?
അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? എ. വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് അക്ഷയയുടെ ദൗത്യം. ബി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദി നൽകുന്നു. സി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു. ഡി. ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ, സുതാര്യവും സൗകര്യപ്രദമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു. ഉത്തരം ഓപ്ഷൻ സി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005. ചേരുംപടി ചേർക്കുക. 1. ഭരണഘടനയുടെ 11-ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. 2. ഭരണഘടനയുടെ 12-ാം ഷെഡ്യൂൾ PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. 3. ആർട്ടിക്കിൾ 243A സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 4. ആർട്ടിക്കിൾ 243K ഗ്രാമസഭ. ഉത്തരം ഓപ്ഷൻ ഡി. 1B, 2A, 3D, 4C. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും അനുമതി ലഭിച്ചത്? 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. മാൻഡമസ്. PMKSY ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. PMKSY ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. ജല സംരക്ഷണ മാനേജ്മെന്റ്. ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1. MGNREGA 2005 ആരംഭിച്ചു. 2. MGNREGA പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. 3. MGNREGAയുടെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. ഉത്തരം ഓപ്ഷൻ സി. മുകളിലുള്ളവയെല്ലാം. വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണ്? വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള
വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണ്? അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. പ്ലേഗിൻ്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനകളാണ് ശരി? പ്ലേഗിൻ്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനകളാണ് ശരി? 1. യെർസിനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. 2. കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത്. 3. അതിൻ്റെ വാഹകർ ചെള്ളുകളാണ്. 4. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി 1, 3, 4. കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. നിലവിലുള്ള PHCകളെ FSCകളാക്കി ഉയർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത്. 2. കേരളത്തിലെ എല്ലാ ആളുകൾക്കും COVID-19 വാക്സിൻ നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. 3. NCD, CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. 4. ഫിറ്റ്നസ്സിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ഉത്തരം ഓപ്ഷൻ എ 1, 3, 4. ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എ. അസ്ഥിമജ്ജയിലെ ക്യാൻസർ കോശങ്ങളുടെ വികാസത്തിൻ്റെ അവസ്ഥയാണിത്. ബി. പുതിയ രക്തക്കുഴലുകളുടെ വികസനം. സി. കരളിലെ ഹെപ്പോസൈറ്റുകളുടെ പുനർജീവനത്തെ നിർവചിക്കുന്ന പദം. ഡി. വളർച്ചാ ഹോർമോൺ സ്രവിക്കുന്ന പ്രക്രിയ. ഉത്തരം ഓപ്ഷൻ ബി പുതിയ രക്തക്കുഴലുകളുടെ വികസനം. താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരി? താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരി? എ. വിറ്റാമിൻ എയുടെ അമിതമായ ഉപയോഗം മൈക്രോസിറ്റിക് അനീമിയയ്ക്കും വിനാശകരമായ അനീമിയയ്ക്കും കാരണമാകുന്നു. ബി. ഹൈപ്പോവിറ്റാമിനോസിസ് എയുമായി ബന്ധപ്പെട്ട 2 പ്രധാന ലക്ഷണങ്ങളാണ് പെലഗ്രയും വിഷാദവും. സി. വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫാൽത്തിമയയ്ക്കും കാരണമാകുന്നു. ഡി. ഹൈപ്പർ വിറ്റാമിനോസിസ് എ കുട്ടികളിൽ അസ്ഥികളെ മൃദുവാക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫാൽത്തിമയ്ക്കും കാരണമാകുന്നു. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? 1. പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. 2. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോകോണും സൃഷ്ടിക്കുന്നു. 3. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. 4. മുകളിലുള്ളവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി 4 മുകളിലുള്ളവയെല്ലാം. മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. 1. മോശം ഭക്ഷണശീലങ്ങൾ. 2. ശാരീരിക നിഷ്ക്രിയത്വം. 3. അസ്വസ്ഥമായ ജൈവ ഘടികാരം. 4. തെറ്റായ ശരീരഭാവം. ഉത്തരം ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്.
പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. നെഗ്ലേരിയ ഫൗലേരി. കോവിഡ്-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? കോവിഡ്-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? 1. കോവിഡ്-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. 2. ഒറ്റപ്പെടൽ എന്നാൽ മറ്റു ആളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കും. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിപ്പിക്കുന്ന പ്രതിഭാസത്തിന് പേര് നൽകുക. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിപ്പിക്കുന്ന പ്രതിഭാസത്തിന് പേര് നൽകുക. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസം ഡാഷ് ആണ്. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസം ഡാഷ് ആണ്. വിസരണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ? ഇൻഫ്രാറെഡ്. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? PSLV C-57. കെമിക്കൽ ബോണ്ടിംഗ് സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് ശരി? കെമിക്കൽ ബോണ്ടിംഗ് സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് ശരി? 1. ഇലക്ട്രോപോസിറ്റീവ് മൂലകവും ഇലക്ട്രോനെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. 2. ഇലക്ട്രോനെഗറ്റീവ് മൂലകവും ഇലക്ട്രോനെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലന്റ് ബോണ്ടിംഗ് രൂപപ്പെടുന്നു. 3. ഇലക്ട്രോപോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ കോർഡിനേറ്റ് ബോണ്ടിംഗ് രൂപപ്പെടുന്നു. 4. ഇലക്ട്രോപോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിംഗ് രൂപപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ സി 1, 2, 4. ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? എ. അറിയപ്പെടുന്ന ഏതൊരു പദാർത്ഥത്തിൻ്റെയും ഏറ്റവും കുറഞ്ഞ തിളനിലയാണ് ഹീലിയത്തിന്. ബി. ഹീലിയം 1 സാധാരണ ദ്രാവകവും ഹീലിയം 2 ഒരു സൂപ്പർ ദ്രാവകവുമാണ്. സി. ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. ഡി. തണുപ്പിക്കുമ്പോൾ ഹീലിയം ദ്രാവകമായി മാറുന്നു. ഉത്തരം ഓപ്ഷൻ സി ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസസ്വഭാവങ്ങളുണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. 2. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. 3.
ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങൾ ഉണ്ടെങ്കിൽ ലായകത കുറവാണ്. 4. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയമല്ലാത്ത ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ദാനിഷ് സിദ്ദിഖി. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1. കൂടിയാട്ടം മണിമാധവ ചാക്യാർ. 2. മോഹിനിയാട്ടം മൂഴിക്കൽ പങ്കജാക്ഷി. 3. കേരള നടനം ഗുരു ഗോപിനാഥ്. ഉത്തരം ഓപ്ഷൻ സി 1, 3. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. 1. ഭീമൻ രണ്ടാമൂഴം. 2. മുജീബ് ആടുജീവിതം. 3. ചേതന ആരാച്ചാർ. 4. അപ്പു ഓടയിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ ബി 1, 3. എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര് അവരുടെ തൂലികാനാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക. എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര് അവരുടെ തൂലികാനാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക. 1. നന്ദനാർ PC രാമചന്ദ്രൻ. 2. ആനന്ദ് K സച്ചിദാനന്ദൻ. 3. ടി ഉബൈദ് അബ്ദുൾ റഹ്മാൻ. 4. വിലാസിനി MK മേനോൻ. ഉത്തരം ഓപ്ഷൻ സി 3, 4. വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നവയുമായി പൊരുത്തപ്പെടുത്തുക. വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നവയുമായി പൊരുത്തപ്പെടുത്തുക. എ. പോളോ K 9. B. റഗ്ബി L 15. C. വോളിബോൾ M 4. D. ബേസ്ബോൾ N 6. ഉത്തരം ഓപ്ഷൻ എ M B L C N D K. താഴെ പറയുന്നവയിൽ നിന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ നിന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. 1. മോക്ഷപ്രദീപം. 2. ആത്മവിദ്യ. 3. അധവിദ്യലേഖമാല. 4. ബ്രഹ്മസങ്കീർത്തനം. ഉത്തരം ഓപ്ഷൻ ഡി 1, 4. 2023 നൊബേൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. 2023 നൊബേൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. 1. ഭൗതികശാസ്ത്രം പിയറി അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആനി എൽ ഹുലിയർ. 2. രസതന്ത്രം കരോലിൻ ആർ ബെർട്ടാസി, മോർട്ടൻ മെൽഡാൽ, കെ ബാരി ഷാർപ്ലസ്. 3. സാഹിത്യം ജോൺ ഫോസ്. 4. ശരീരശാസ്ത്രം സ്വാന്തേ പാബോ. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3.
2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. 1. ഫാത്തിമ ബീവി, 2. മിഥുൻ ചക്രവർത്തി, 3. സീതാറാം ജിൻഡാൽ, 4. ഉമാശങ്കർ പാണ്ഡെ. ഉത്തരം ഓപ്ഷൻ സി 4. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? 1. ഹബ് ഒരു മൾട്ടിപോർട്ട് റിപ്പീറ്റർ ആണ്. 2. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. 3. ഗേറ്റ്വേകൾ ഡാറ്റ ലിങ്ക് ലെയർ മാത്രം പ്രവർത്തിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ 1, 2. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്ന് അറിയപ്പെടുന്നു. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഡിലിമീറ്റർ. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRA ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ചേർന്ന് കേരള പോലീസിൻ്റെ സംരംഭം ഡാഷ് ആണ്. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRAയുമായി കേരള പോലീസിൻ്റെ സംരംഭം ഡാഷ് ആണ്. കിഡ് ഗ്ലൗ. 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1. ഇതിന് വളരെ ഉയർന്ന ലേറ്റൻസി ഉണ്ട്. 2. സെക്കൻഡിൽ 20 ജിഗാബിറ്റ്സ് വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗത. 3. ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 2, 3. വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം. വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം. എ. അവൻ അല്ലെങ്കിൽ അവൾ അന്വേഷിക്കുന്ന വിവരങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു പൊതു ഓഫീസിൽ നിന്ന് വിവരങ്ങൾ തേടുന്ന ഒരു പൗരൻ. ബി. വിവരത്തിനായി അഭ്യർത്ഥന നടത്തുന്ന പൗരൻ ഒഴികെയുള്ള ഒരു വ്യക്തി, കൂടാതെ ഒരു പൊതു അധികാരവും ഉൾപ്പെടുന്നു. സി. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ രഹസ്യ വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഡി. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി. വിവരത്തിനായി അഭ്യർത്ഥന നടത്തുന്ന പൗരൻ ഒഴികെയുള്ള ഒരു വ്യക്തി,
കൂടാതെ ഒരു പൊതു അധികാരവും ഉൾപ്പെടുന്നു. 2015 ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ കരുതലും സംരക്ഷണവും നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവനൈൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? 2015 ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവനൈൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? എ. 21 വയസ്സിൽ താഴെയുള്ള കുട്ടി. ബി. 14 വയസ്സിൽ താഴെയുള്ള കുട്ടി. സി. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ. 21 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ. ഡി. 18 വയസ്സിന് താഴെയുള്ള കുട്ടി. ഉത്തരം ഓപ്ഷൻ ഡി, 18 വയസ്സിന് താഴെയുള്ള കുട്ടി. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമപ്രകാരം രൂപീകരിച്ച ട്രൈബ്യൂണൽ മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അധ്യക്ഷനാകും. 2. ഏതെങ്കിലും മുതിർന്ന പൗരനോ രക്ഷിതാവിനോ ട്രിബ്യൂണലിൻ്റെ ഒരു ഉത്തരവിനാൽ വിഷമമുണ്ടായേക്കാം. ഉത്തരവിൻ്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം. 3. നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രിബ്യൂണലിനു മുമ്പാകെയുള്ള ഒരു നടപടിയിലെ ഒരു കക്ഷിയെയും നിയമ പ്രാക്ടീഷണർമാർ പ്രതിനിധീകരിക്കുന്നതല്ല. ഉത്തരം ഓപ്ഷൻ എ 2, 3. 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റഫർ ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. 2. ലോകായുക്ത അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രകടനത്തെക്കുറിച്ചുള്ള ഏകീകൃത റിപ്പോർട്ട് എല്ലാ വർഷവും സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. 3. ലോകായുക്ത നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി അന്വേഷണത്തിനും വിചാരണയ്ക്കും വേണ്ടി ലോകായുക്ത എന്നറിയപ്പെടുന്ന ഒരാളെ കേരള മുഖ്യമന്ത്രി നിയമിക്കും. ഉത്തരം ഓപ്ഷൻ സി 1. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ, നിരോധനം, പരിഹാരം നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയായ ലൈംഗിക പീഡനം നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 1. പ്രിസൈഡിംഗ് ഓഫീസറും ഇൻ്റേണൽ പരാതി കമ്മിറ്റിയിലെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തിൽ കൂടാത്ത പദവി വഹിക്കും. 2. സീനിയർ തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിരിക്കേണ്ട ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യും. 3. പീഡനത്തിനിരയായ ഏതൊരു സ്ത്രീക്കും കഴിഞ്ഞ സംഭവം നടന്ന തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം സംബന്ധിച്ച് ആന്തരിക പരാതി കമ്മിറ്റിക്ക് പരാതി നൽകാം. ഉത്തരം ഓപ്ഷൻ എ 1. ഭരണഘടന 105 ഭേദഗതി നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി?
ഭരണഘടന 105 ഭേദഗതി നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എ. പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള ദേശീയ കമ്മീഷന്റെ ഘടന, പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഭേദഗതി. ബി. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. സി. ലോകസഭയിലും സംസ്ഥാന അസംബ്ലികളിലും SC/ST സീറ്റുകളുടെ സംവരണം 70 വർഷത്തിൽ നിന്നും 80 വർഷമായി നീട്ടുന്നതാണ് ഭേദഗതി. കൂടാതെ ലോകസഭയിലും സംസ്ഥാന അസംബ്ലികളിലും ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കായി സംവരണം ചെയ്ത സീറ്റുകൾ നീക്കം ചെയ്യാനായി. ഡി. നിലവിലുള്ള സംവരണത്തിനു പുറമെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരമാവധി 10% സംവരണവും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സർക്കാർ തസ്തികകളിൽ പ്രാരംഭ റിക്രൂട്ട്മെന്റും ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ബൈ 34 മൂല്യം. 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ബൈ 34 മൂല്യം 40. 4/11 ഹരിക്കണം 16/11 മൈനസ് 2 - 3 മൈനസ് 1 - 2 പ്ലസ് x എന്നത് 0 ആണെങ്കിൽ xന്റെ മൂല്യം എന്താണ്? 4/11 ഹരിക്കണം 16/11 മൈനസ് 2 - 3 മൈനസ് 1 - 2 പ്ലസ് x എന്നത് 0 ആണെങ്കിൽ xന്റെ മൂല്യം എന്താണ്? 3. x എന്നത് yയുടെ 125% x പ്ലസ് y = 90 ആണെങ്കിൽ 2x മൈനസ് yയുടെ മൂല്യം ഏതിന് തുല്യമാണ്? x എന്നത് yയുടെ 125%. x പ്ലസ് y = 90 ആണെങ്കിൽ 2x മൈനസ് yയുടെ മൂല്യം ഏതിന് തുല്യമാണ്? 60. 25% കിഴിവ് നൽകിയ ശേഷം ഒരു വിൽപ്പനക്കാരൻ 25% ലാഭം നേടുന്നു. വിപണി വിലയും ചെലവ് വിലയും തമ്മിലുള്ള അനുപാതം കണ്ടെത്തുക. 25% കിഴിവ് നൽകിയ ശേഷം ഒരു വിൽപ്പനക്കാരൻ 25% ലാഭം നേടുന്നു. വിപണി വിലയും ചെലവ് വിലയും തമ്മിലുള്ള അനുപാതം കണ്ടെത്തുക. 5:3. 2 ദിവസം കൊണ്ട് 5 പേർക്ക് 20 മരങ്ങൾ മുറിക്കാം. 20 പേർ 3 ദിവസം ജോലി ചെയ്താൽ ഈ സമയത്ത് എത്ര മരങ്ങൾ മുറിക്കും? 2 ദിവസം കൊണ്ട് 5 പേർക്ക് 20 മരങ്ങൾ മുറിക്കാം. 20 പേർ 3 ദിവസം ജോലി ചെയ്താൽ ഈ സമയത്ത് എത്ര മരങ്ങൾ മുറിക്കും? 120. ആദ്യത്തെ 52 പൂർണ്ണസംഖ്യകളിൽ 2 എന്ന അക്കം എത്ര തവണ ദൃശ്യമാകും? ആദ്യത്തെ 52 പൂർണ്ണസംഖ്യകളിൽ 2 എന്ന അക്കം എത്ര തവണ ദൃശ്യമാകും? 15. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ എഡ്യൂക്കേഷൻ എന്നത് JHPF BNRDB
എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കോഡ് ഭാഷയിൽ മെഡിസിൻസ് എങ്ങനെ എഴുതാം? ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ എഡ്യൂക്കേഷൻ എന്നത് JHPFBNRDB എന്ന് എഴുതിയിരിക്കുന്നത്. ആ കോഡ് ഭാഷയിൽ മെഡിസിൻസ് എങ്ങനെ എഴുതാം? ZJHRXRBJL. തുടർച്ചയായി 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനം എപ്പോഴും ഡാഷ് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനാകും. തുടർച്ചയായി 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനം എപ്പോഴും ഡാഷ് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനാകും. 6. ഒരാൾ വടക്കോട്ട് 25 അടി നടന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 25 അടി നടന്നു. അയാൾ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 50 അടി നടന്നു. ആ മനുഷ്യൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ്? ഏത് ദിശയിലാണ്? ഒരാൾ വടക്കോട്ട് 25 അടി നടന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 25 അടി നടന്നു. അയാൾ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 50 അടി നടന്നു. ആ മനുഷ്യൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ്? ഏത് ദിശയിലാണ്? തെക്കുകിഴക്കായി 15√2 അടി. സമയം 3:20 ആയിരിക്കുമ്പോൾ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിയും ഇടയിലുള്ള കോൺ. സമയം 3:20 ആയിരിക്കുമ്പോൾ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ 20 ഡിഗ്രി. Fill in the blanks using correct tense form of the verb given in the bracket. Fill in the blank using correct tense form of the verb given in the bracket. I dash stay here till Sunday. I dash stay here till Sunday. ഉത്തരം ഓപ്ഷൻ സി, will be staying. I will be staying here till Sunday. Choose the right option that suggests change in voice of the sentence. Choose the right option that suggests change in voice of the sentence. Please draw the figure. ഉത്തരം ഓപ്ഷൻ ബി, you are requested to draw the figure. Fill in the blank using suitable preposition. Fill in the blank using suitable preposition. I dash walk 10 miles without getting tired. I dash walk 10 miles without getting tired. ഉത്തരം ഓപ്ഷൻ സി, can. I can walk 10 miles without getting tired. Complete the following sentence using appropriate question tag. Complete the following sentence using appropriate question tag. It is not raining. ഉത്തരം ഓപ്ഷൻ എ, is it. It is not raining, is it. Combine the two sentences using suitable correlative conjunction. Combine the two sentences using suitable correlative conjunction. It is not useful. It is not ornamental. It is not useful. It is not ornamental. ഉത്തരം ഓപ്ഷൻ സി, neither nor. It is neither useful nor ornamental. Choose the synonym of the word italicized in the sentence from the given options. Choose the synonym of the word italicized in the sentence from the given option. He was killed in the battlefield.
ഹി വാസ് കിൽഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. കിൽഡ് എന്ന വേർഡിൻ്റെ സിനനം. ഉത്തരം ഓപ്ഷൻ ബി സ്ലെയിൻ. Fill in the blank using appropriate gerund form of the word given in the bracket. Fill in the blank using appropriate gerund form of the word given in the bracket. Do you mind dash share some pictures of your trip on Facebook? Do you mind dash share some pictures of your trip on Facebook? ഉത്തരം ഓപ്ഷൻ ബി ഷെയറിംഗ്. ഡു യു മൈൻഡ് ഷെയറിംഗ് സം പിക്ചേഴ്സ് ഓഫ് യുവർ ട്രിപ്പ് ഓൺ ഫേസ്ബുക്ക്? Substitute the words underlined with a suitable phrasal verb. Substitute the words underlined with a suitable phrasal verb. The director summoned me and asked for an explanation. The director summoned me and asked for a explanation. Summoned എന്ന വേർഡിൻ്റെ suitable phrase. Option B send for. Fill in the blank using suitable preposition. Fill in the blank using suitable preposition. He felt no qualms dash borrowing money from his friends. He felt no qualms dash borrowing money from his friends. ഉത്തരം ഓപ്ഷൻ ബി about. He felt no qualms about borrowing money from his friends. Give the correct spelling of the adjective that means careful or taking great care. Give the correct spelling of the adjective that means careful or taking great care. ഉത്തരം ഓപ്ഷൻ എ കോൺഷ്യൻഷ്യസ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? 1 അടിമത്വം, 2 ഐച്ഛികം, 3 ആജാനബാഹു. ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം ശരി. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? എ അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. ബി പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. സി പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. ഡി കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു. ഉത്തരം ഓപ്ഷൻ സി പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. എ ചെറിയ വെള്ളത്തുള്ളികൾ ശക്തമായ സമുദ്രത്തെ സൃഷ്ടിക്കുന്നു. ബി പല തുള്ളി പെരുവെള്ളം. സി പയ്യെ തിന്നാൽ പനയും തിന്നാം. ഡി ചെറിയ വെള്ളത്തുള്ളികൾ ചേർന്നാൽ വലിയ സമുദ്രം. ഉത്തരം ഓപ്ഷൻ ബി പല തുള്ളി പെരുവെള്ളം. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായപദമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായപദമല്ലാത്തത് ഏത്? ചലം, ഗിരി, നഗം, ശൈലം. ഉത്തരം ഓപ്ഷൻ എ ചലം. ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? അജംഗമം, ഗമം, സ്ഥിതം, സ്ഥാവരം. ഉത്തരം ഓപ്ഷൻ ഡി സ്ഥാവരം.
കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? കർഷകി, കർഷിക, കർഷിണി, കർഷക. ഉത്തരം ഓപ്ഷൻ ഡി, കർഷക. കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥമെന്ത്? എ. കയ്യും വായും ഒരുമിച്ച് പ്രവർത്തിക്കണം. ബി. പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. സി. അങ്ങോട്ടു ചെയ്താലേ ഇങ്ങോട്ടു കിട്ടൂ. ഡി. ജോലി ചെയ്യുന്നവനെ സംസാരിക്കാൻ അവകാശമുള്ളൂ. ഉത്തരം ഓപ്ഷൻ ബി, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നതെങ്ങനെ? വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നതെങ്ങനെ? വിൺ പ്ലസ് തലം, വിണ്ട പ്ലസ് അലം, വിൺ പ്ലസ് അലം, വിണ്ട പ്ലസ് തലം. ഉത്തരം ഓപ്ഷൻ എ, വിൺ പ്ലസ് തലം. കഞ്ചനത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത്? കഞ്ചനത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത്? കഞ്ചമിഴി, കഞ്ചമിഴിയാൾ, കഞ്ചനേർമിഴിയാൾ, കഞ്ചനേർമിഴി. ഉത്തരം ഓപ്ഷൻ ഡി, കഞ്ചനേർമിഴി. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏത്? അങ്ങാടി, കമ്പോളം, ആഭണകം, തെരുവ്. ഉത്തരം ഓപ്ഷൻ ഡി, തെരുവ്.